ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ KTM കഴക്കൂട്ടത്തെ ഷോറൂമിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് നമ്മളെ സ്വാഡ്പില്ലിൻ 401 ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബൈക്ക്. നമുക്കിവിടെ ഫ്രണ്ട് സെക്ഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ LED ഹെഡ് ലാമ്പ് കാണാൻ പറ്റും. ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു DRL ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഓണായി കാണിച്ചു തരാം. പിന്നെ ഇവിടെ ചെറിയൊരു വിൻസ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് ഒരു 43 mm ഒരു USD കൊടുത്തിട്ടുണ്ട്. കംപ്രഷൻ ആൻഡ് റീബൗണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. സീരീസിലൊക്കെ വരുന്ന പോലെ തന്നെ 17 ഇഞ്ച് അലോയ്സ് അല്ല, ഇത് സ്പോക്ക് വീൽസാണ്. ബാക്കി KTM സീരീസിലാണ് നമുക്ക് അലോയ് വീൽസ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ വരുന്ന റോട്ടറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 320 mm ആണ്, ബാക്ക് 240 mm. അപ്പോൾ വൈബ്രയുടെ കാലിപ്പേഴ്സാണ് വരുന്നത്. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പുതിയ KTM ബൈക്സിലൊക്കെ വരുന്നത് പോലെ ഒരു കർവ്ഡ് റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക്കിലൊന്നും വണ്ടി ഓവർ ഹീറ്റ് ആവുന്ന ഒരു ഇഷ്യൂ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. 2 ഫാനൊക്കെ ഉണ്ട്. പിന്നെ ടയേഴ്സ് വരുമ്പോഴത്തേക്കും ടയേഴ്സ് വന്നേക്കുന്നത് ഇപ്പോൾ അപ്പോളോൻ്റെയാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ പിരല്ലി സ്കോർപ്പിയൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അപ്പോളോ ആക്കി. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 ഇഞ്ച് കളർ TFT കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നമ്മളുടെ നാവിഗേഷൻ സ്വിച്ചസ് ഡിസ്പ്ലേയുടെ, പിന്നെ ഹസാർഡ് ലാമ്പ്, പിന്നെ ബാക്ക് സൈഡിലായിട്ട് നമുക്കിപ്പോൾ ഹൈ ബീം ലോ ബീമിൻ്റെയൊക്കെ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ ഹോണിൻ്റെ സ്വിച്ച്. ഇവിടെ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും ഒരു കിൽ സ്വിച്ചും കാണാൻ പറ്റും. എൻജിൻ സ്റ്റാർട്ടിനുള്ള സ്വിച്ചും കാണാം. ഇവിടെ വന്നേക്കുന്ന ലിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു മിററാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഫ്യൂവൽ ടാങ്ക് വരുമ്പോഴത്തേക്കും നമ്മളെ ഡ്യൂക്ക് 390 പോലെ അല്ല, ഇതിൽ കപ്പാസിറ്റി കുറവാണ്. ഡ്യൂക്ക് 390ക്ക് 15 ലിറ്റർ വരുന്നുണ്ട്. ഇതിന് വരുന്നത് 13.5 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രെല്ലിസ് ഫ്രെയിം കാണാൻ പറ്റും. നമ്മളെ KTM നോർമൽ ബൈക്സ് പോലെ തന്നെ ഇതിലും ട്രെല്ലിസ് ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡ്യൂക്ക് 390യിൽ കണ്ടതുപോലെ തന്നെ കൂളൻ ടാങ്കൊക്കെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എൻജിൻ കാണാം. എൻജിൻ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ എൻജിനാണ്. LC4C 398cc എൻജിനാണ് കൊടുത്തേക്കുന്നത്. ലിക്വിഡ് കൂൾഡ് 4 വാൽവ് DOHC എൻജിനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അണ്ടർബെല്ലി എക്സോസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഓഫ്സെറ്റ് മോണോഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് റീബൗണ്ടും പ്രീലോഡും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രൂ കാണാൻ പറ്റും. ഇവിടെയാണ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. WPയുടെ സസ്പെൻഷനാണ്. പിന്നെ ഈ ബൈക്കിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 177 mm ആണ്. നമ്മളുടെ ഡ്യൂക്ക് 390ക്ക് വരുമ്പോൾ ഐ തിങ്ക് ഒരു 185 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പക്ഷേ ഇതിന് 177 ആണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇത് അത്യാവശ്യം ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസൊക്കെ ഉള്ള ഒരു ബൈക്കാണ്. എന്നിട്ടും അവർ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രയും കൊടുത്തില്ല. ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 172 kg ആണ് ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂക്ക് 390യിലൊക്കെ വന്ന ആ സെയിം സ്വിങ് ആമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നമ്മളൊരു ബനാന ടൈപ്പ് സ്വിങ് ആമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 240 mm ഡിസ്കും പിന്നെ ബ്രംബോൻ്റെ കാലിപ്പേഴ്സും കാണാൻ പറ്റും. വൈബ്രയുടെ കാലിപ്പേഴ്സ്. ടെയിൽ ലാമ്പ് നമ്മളുടെ പഴയ സ്വാഡ്പില്ലിൻ ആൻഡ് വിറ്റ്പില്ലിൻ സീരീസിലൊക്കെ വന്നുകൊണ്ടിരുന്ന സെയിം മോഡൽ ടെയിൽ ലാമ്പാണ് വരുന്നത്. ഇതാണ് ബൈക്കിൻ്റെ ഒരു ടെയിൽ സെക്ഷൻ. ടെയിൽ സെക്ഷനിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മഡ് ഗാർഡായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഡ്യൂക്ക് 390യിലും ഡ്യൂക്ക് 250യിലൊക്കെ വന്നതുപോലെ തന്നെ
ഇത് തന്നെയാണ് ഒരു മഡ് ഗാർഡും. ഇത് 2 പീസായിട്ടല്ല, രണ്ട് പീസ് തന്നെയാണ് കേട്ടോ. ഇത് 2 പീസാണ്. ഇത് ഇളക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഇത് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്ന ആളെ നിങ്ങൾക്ക് റൈഡറിൻ്റെയും പുറത്തൊക്കെ ചെളി തെറിക്കും. സീറ്റ് ഹൈറ്റ് വരുന്നത് 820 mm ആണ്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, 800 mm ആക്കാൻ പറ്റത്തില്ല. നമുക്ക് ഡ്യൂക്ക് 390 800 mm 820 mm ആക്കാൻ പറ്റും. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. റൈഡറിന് അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്. പില്ലിന് പിടിച്ചിരിക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. എയർ ബോക്സ് കുറച്ചും കൂടെ വലിയ എയർ ബോക്സാണ്. നമ്മളുടെ ഡ്യൂക്ക് 390 വന്നുകൊണ്ടിരുന്ന പോലെ തന്നെ വലിയ എയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ 46 bhp ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാരി കാർഡൊക്കെ കാണാൻ പറ്റും. സാരി കാർഡൊക്കെ ഈ വണ്ടീൻ്റെ ആ ഒരു ലുക്ക് അങ്ങ് കളയുകയാണ്. പക്ഷേ ഇതില്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ RTO ഫൈൻ അടിക്കും. വീട്ടുകാരെ കൊണ്ടുപോകുന്ന ടൈമിൽ യൂസ്ഫുള്ളാണ്. എന്നാലും വണ്ടി ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അത്ര ലുക്കില്ല. പിന്നെ നമുക്ക് മീറ്ററിൻ്റെ കാര്യത്തിലോട്ട് പോവാം. മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു 6 ഇഞ്ചിൻ്റെ കളർ TFT ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റർ കാണാം. ഇവിടെ ലോ ഓയിൽ പ്രഷറിൻ്റെ ലാമ്പുണ്ട്, എൻജിൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പീഡ് ലിമിറ്റിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഈ 59 km/h ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഒരു സെൻസറുണ്ട് കേട്ടോ. ഈ സെൻസർ വെച്ചിട്ടാണ് ഇതിൻ്റെ വെയിലത്തൊക്കെ പോകുമ്പോൾ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് കൈ വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ബ്രൈറ്റ്നസ് തനിയെ കുറയുന്നത് കാണാം. ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ഒരു സെൻസർ വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ലാമ്പ് കാണാൻ പറ്റും, ABS. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഫ്യൂവലിൻ്റെത് കാണാൻ പറ്റും, ഫ്യൂവൽ ഗേജ് കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ ബൈക്കിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈം കാണാം. പിന്നെ ഇവിടെ സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടാക്കോമീറ്റർ. ഇത് റൈഡ് മോഡാണ് കേട്ടോ. പിന്നെ ഇത് ABSൻ്റെയാണ്. ഇത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓൺ ഓഫ്. ABS ഇപ്പോൾ റോഡും ഉണ്ട്, സൂപ്പർ മോട്ടോയും ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ബൈക്കിൻ്റെ മെനു. ഇതിപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ റൈഡ് മോഡ്, ABS, ട്രാക്ഷൻ കൺട്രോൾ. പിന്നെ ഈസി ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്ററാണ്. പിന്നെ ഇൻ്റർഫേസ് മാറ്റാൻ പറ്റും. ഇൻ്റർഫേസ് ഇതിപ്പോൾ നമുക്ക് എല്ലാം ഉള്ളൊരു ഇൻ്റർഫേസാണ്. വേറെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ RPM മാത്രം കാണിക്കുന്ന ടാക്കോമീറ്റർ മാത്രം വരുന്ന ഇൻ്റർഫേസ് ഉണ്ട്. അത് ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്യാനാണ്. ഈസി ഷിഫ്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ ഓഫ് ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ബാക്ക്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫും ചെയ്യാൻ പറ്റും. പിന്നെ റൈഡ് മോഡിൽ ഇപ്പോൾ സ്ട്രീറ്റ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഡ്യൂക്ക് 390 വേറെ റൈഡിങ് മോഡ്സൊക്കെ ഉണ്ട്. ഇതിന് സ്ട്രീറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ മോട്ടോർ സൈക്കിളിൻ്റെ ഇൻഫോ ആണ്. കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ ഗേജ്, പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ്, ഓഡോമീറ്റർ, സർവീസ് എത്ര കിലോമീറ്റർ ഉണ്ട്, അതെല്ലാം ഇവിടെയാണ് കാണിക്കുന്നത്. പിന്നെ ട്രിപ്പ് ഇൻഫോ, 2 ട്രിപ്പ് വരുന്നുണ്ട്, ട്രിപ്പ് 1 ആൻഡ് ട്രിപ്പ് 2. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൺട്രോളിലാണ് നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ സെറ്റ് ചെയ്യുന്നത്. സെറ്റിങ്സിൻ്റെ അകത്ത് നമ്മളുടെ പഴയ ആ ഒരു 390 കണ്ടതുപോലെ തന്നെ ഷിഫ്റ്റ് ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ളത്, നമ്മളെ ക്ലോക്ക് ആൻഡ് ഡേറ്റൊക്കെ, നമ്മളെ ടൈമും ഡേറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളത്, യൂണിറ്റ്സ് ടെമ്പറേച്ചർ സെൽഷ്യസും ഫാരൻഹൈറ്റും ആക്കാനുള്ളതുണ്ട്. പിന്നെ ഫ്യൂൽ കൺസപ്ഷൻ്റെ ആ ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ എക്സ്ട്രാ ഫങ്ഷൻസൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ബൈക്കിൻ്റെ മീറ്ററിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ളൊരു റിവ്യൂ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മളൊരു ഡ്യൂക്ക് 390 ഇതേപോലെ വാക്ക് അറൗണ്ട് വീഡിയോയും പിന്നെ റൈഡ് റിവ്യൂവും വരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞില്ല. ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ വരുന്നത് 3,81,300 ആണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഷോറൂമിൻ്റെ നമ്പർ
കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ഒരു 2 ദിവസത്തിനകം നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബൈക്ക് എടുത്ത് തരുന്നതായിരിക്കും. ടെമ്പററി രജിസ്ട്രേഷനിൽ കേട്ടോ. രജിസ്ട്രേഷന് ചെയ്ത് വരികയാണെങ്കിൽ ടൈം എടുക്കും. അല്ലാതെയാണെങ്കിൽ ടി പിയിലാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ബൈക്ക് തരും. ഇന്നിപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ബൈക്ക് തരുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.